ഇന്നത്തെ സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂസ്. അതായത് ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഈ ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ആറിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആകുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ 1 ആകുന്നു. ആൻഡ് ആറിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്, ആ ഒരു ഇൻ്റർവെല്ലിലാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ 0 വരുന്നു. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു n. ആൻഡ് സെക്കൻഡ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n. ആൻഡ് തേർഡ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 ഓൾ റേസ് ടു n ഓൾ റേസ് ടു 4. ദെൻ ഫസ്റ്റ് വൺ എടുത്ത് ചെയ്യാം. സൊല്യൂഷൻ. ഫസ്റ്റ് വൺ, ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു n ആണ്. നമുക്കറിയാം 3 ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ 3 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞു r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ by limits of powers we get limit n tends to infinity 3 raised to n is equal to infinity. That means limit of powers എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ലിമിറ്റ് n tends to infinity r raised to n is equal to infinity if r greater than 1. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ലിമിറ്റ് n tends to infinity 3 raised to n is equal to infinity. കാരണം 3 is greater than 1. അപ്പോൾ ഇത് ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് n ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, വി നോ ദാറ്റ് e ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇൻ്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ബിക്കോസ് e ഈസ് 2 പോയിൻറ്റ് സംതിങ്. ഹെൻസ് 1/e എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ വിച്ച് ഈസ് ലെസ് ദാൻ 1. So by the limits of powers, we get limit n tends to infinity e raised to minus n, which is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/e റേസ് ടു n, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/e ഓൾ റേസ് ടു n. 1/e ലെസ് ദാൻ 1 ആണ്. സോ ബൈ ദി പവേഴ്സ് ഓഫ് ലിമിറ്റ്സ് വി ഗെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1/e ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരുന്നു? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു എന്നിൻ്റെ വാല്യൂ r ഈസ് ലെസ് ദാൻ 1 ആകുമ്പോൾ വിച്ച് ഈസ് 0. കാരണം എന്താണ്? സിൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n ഈസ് ഈക്വൽ ടു 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. ഓക്കെ. ദെൻ തേർഡ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 ഓൾ റേസ് ടു n ഓൾ റേസ് ടു 4. ഈ ലിമിറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 ഓൾ റേസ് ടു n കാണുന്നു. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് 2/3 ഓൾ റേസ് ടു n, ഇതിൻ്റെ ലിമിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e എന്ന് പറഞ്ഞിട്ടും ദെൻ ഇതിൻ്റെ ലിമിറ്റും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/3 ഓൾ റേസ് ടു n.
ഇവിടെ ഇയേ ഉള്ളൂ, ഈ എന്നിൻ്റെ ടേംസില്ല. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/3 ഓൾ റേസ് ടു n ആണ്. നമുക്കറിയാം 2/3 എന്താണ്? 2/3 ഈസ് ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ? വിച്ച് ഈസ് ലെസ് ദാൻ 1. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/3 ഓൾ റേസ് ടു n എന്തായിരിക്കും? വിച്ച് ഈസ് 0. Hence this value is equal to e. കാരണം എന്താണ്? സിൻസ് 2/3 ഈസ് ലെസ് ദാൻ 1 ആയതുകൊണ്ടാണ് ഈ ലിമിറ്റ് എന്തായത്? 0 ആയത്. സോ നമുക്കിവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പ്ലസ് 2/3 n ഓൾ റേസ് ടു n ഓൾ റേസ് ടു 4 ആണ് കാണേണ്ടത്. സോ ഇത് ഇവിടെ നമുക്ക് ഇതിനെ ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഇതൊരു എക്സ് എന്ന് പറഞ്ഞ ഒരു ടേമാണ് എക്സ് റേസ് ടു 4. സോ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4. ഈ ഫംഗ്ഷൻ എന്താണ്? ത്രൂ ഔട്ട് റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ പ്ലസ് 2/3 ഓൾ റേസ് ടു എന്ന് പറഞ്ഞ ഈ പോയിന്റിലും അതിൻ്റെ വാല്യൂ ഇ ആണ്. ഇയിലും എന്തായിരിക്കും? ഈ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഒരു ലിമിറ്റ് കാണാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് കണ്ടിന്യൂസ് on R, on real numbers. So limit n tends to infinity e plus 2/3 all raised to n all raised to 4 which is equal to എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4. സോ ഇതിനെ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിനെയാണ് നമുക്ക് എക്സ് റേസ് ടു 4 എന്ന് ചെയ്തത്. സോ ഇത് എന്ന് പറയുന്നത് ഇ പ്ലസ് 2/3 ഓൾ റേസ് ടു n ഓൾ റേസ് ടു 4 ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ? തിരിച്ചിട്ട് എഫ് ഓഫ് ഇ പ്ലസ് 2/3 ഓൾ റേസ് ടു n. So since f is continuous, so taking limits inside the f of x, so we get which is equal to f of limit n tends to infinity e plus 2/3 all raised to n all raised to n. So limit n tends to infinity e plus 2/3 all raised to n നമ്മൾ previously കണ്ടുവച്ചു. അതെന്താണ്? e ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇ. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 4 ആണ്. സോ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 4 വിച്ച് ഈസ് ദി റിക്വയർഡ് ആൻസർ. സോ ഇവിടെ നമ്മൾ ലിമിറ്റ്സ് ഓഫ് പവേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ ലിമിറ്റ്സിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി നാം ഡിസ്കസ് ചെയ്യുന്ന കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ലിമിറ്റ്സ് ഒരു ഫങ്ഷണൽ ലിമിറ്റ് കണ്ടെത്താം എന്നാണ്. എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് നോക്കാം. കമ്പാരിസൺ ടെസ്റ്റ്. ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a n is equal to 0 and mod b n is less than or equal to mod a n, then limit n tends to infinity b n is equal to 0. ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മോഡ് ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ആണ് ഫോർ ഓൾ എൻ. ആൻഡ് ഈ എ എന്നിൻ്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിലുള്ള ഈ എ എന്നിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ബൈ ദി കമ്പാരിസൺ ടെസ്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എന്നും എന്തായിരിക്കും? 0 ആണ് എന്നാണ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. സോ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. സോ നമുക്കിവിടെ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സീക്വൻസും ബി എന്ന് പറഞ്ഞ സീക്വൻസും. ആ സീക്വൻസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട്. എ എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? അത് 0യുമാണ്. ഈ ഒരു കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബി എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റും അങ്ങനെയാണെങ്കിൽ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ദ സീക്വൻസസ് സീക്വൻസ് എ എൻ ആൻഡ് sequence bn are such that ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? മോഡ് ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഇസ് ഈക്വൽ ടു 0.
ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സീക്വൻസസ് ആണ് സീക്വൻസ് AN ആൻഡ് സീക്വൻസ് BN. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ദെൻ we have to prove that limit n tends to infinity bn is equal to 0. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n tends to infinity bn 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ ചൂസ് ചെയ്യുന്നു, ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. Choose any epsilon greater than 0 by the definition of limit n tends to infinity an is equal to 0. ഇവിടെ ലിമിറ്റ് n tends to infinity an is equal to 0 എന്ന് തന്നിട്ടുണ്ട്. സോ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സ്, സിൻസ് ലിമിറ്റ് n tends to infinity an is equal to 0, corresponding to this epsilon there exists an integer capital N corresponding to this epsilon there exists a positive integer capital N such that ഇതെങ്ങോട്ടാണ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നത്? 0യിലേക്കാണ്. സോ എന്താണ്? മോഡ് AN മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? മോഡ് AN ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ സ്മോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N. ഇതാണ് നമ്മുടെ ലിമിറ്റിൻ്റെ സീക്വൻസസ് ഓഫ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് ലിമിറ്റ് n tends to an is equal to 0 ആണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a positive integer capital N such that mod an minus 0 is equal to mod an which is less than epsilon for all n greater than or equal to capital N. നമുക്കറിയാം മോഡ് BN എന്ന് പറയുന്ന എന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് AN ആണ്. സോ സിൻസ് മോഡ് BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് AN ഫോർ ഓൾ n, ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? മോഡ് AN ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മോഡ് BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് AN വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N. Hence by epsilon n definition, എന്ത് പറയാൻ പറ്റും? epsilon n definition of limits of sequences we get, ഇവിടെ മോഡ് BN ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് n tends to infinity BN എന്താണ്? BN എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യും? വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം മോഡ് BN ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. സോ വി ഗെറ്റ് ലിമിറ്റ് n tends to infinity BN ഈസ് ഈക്വൽ ടു 0. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് n tends to infinity AN is equal to 0 ആൻഡ് മോഡ് BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് AN ആണെങ്കിൽ ലിമിറ്റ് n tends to infinity BNും 0 ആയിരിക്കും. ദാറ്റ് മീൻസ് മോഡ് BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് AN എന്ന തരത്തിൽ രണ്ട് സീക്വൻസസ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ AN എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ അതുപോലെ BN എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, next evaluate the following limits. First one, limit n tends to infinity sin n all square divided by n plus 2. And second one is limit n tends to infinity minus 1 all raised to n plus n all divided by n. ഈ രണ്ട് പ്രോബ്ലംസും നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരമാണ് സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വണ്ണിൽ എന്താണ്? സൈൻ n ഓൾ സ്ക്വയർ ആണ്. നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എന്തായാലും മോഡ് സൈൻ n എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഫസ്റ്റ് വണ്ണിൽ
mod sin n is less than or equal to 1 for any n. അല്ലേ, എന്നിൻ്റെ വാല്യൂ എന്തായാലും മോഡ് സൈൻ എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ മോഡ് സൈൻ എൻ സ്ക്വയർ, ഇത് മോഡുലസ് ഓഫ് സൈൻ എൻ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഹെൻസ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മോഡ് സൈൻ എൻ ഓൾ സ്ക്വയർ ബൈ എൻ പ്ലസ് 2 ഇതിൻ്റെ മോഡുലസ് എടുക്കുന്നു, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n+2 എന്ന് കിട്ടും. കാരണം എന്താണ്, സൈൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ സൈൻ n ഓൾ സ്ക്വയർ എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n+2 വിച്ച് ഈസ് ആൾസോ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/n. സോ നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ എന്താണ്, 0 ആണ്. സോ since limit n tends to infinity 1/n is equal to 0, from by the comparison test പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് ഈ 1/n ലിമിറ്റ് 0 ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റും എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. we get limit n tends to infinity sin n all square by n+2 is equal to 0. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് 2 ലൈൻ കൊണ്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് n tends to infinity -1 all raised to n plus n all divided by n. ഓക്കെ, നമുക്കറിയാം -1 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n ഇതിൻ്റെ മോഡുലസ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും, അതായത് -1 ഓൾ റേസ് ടു n എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ 1 കിട്ടാം അല്ലെ -1 കിട്ടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ, അതായത് -1 ഓൾ റേസ് ടു n ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ത്രൂ ഔട്ട് ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 1/n. ആൻഡ് നമുക്കറിയാം 1/n ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എന്താണ്, ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇതിൻ്റെ വാല്യൂ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ 0 ആണെങ്കിൽ hence by comparison test limit n tends to infinity -1 all raised to n/n ഇതിൻ്റെ ലിമിറ്റും എന്താണെന്ന് പറയാൻ പറ്റും, അതായത് ഇതിൻ്റെ മോഡുലസ് വാല്യൂ ഇസ് ഈക്വൽ ടു 1/n വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ ഈക്വൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ ഈ ലിമിറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ കാണാനുള്ള എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1 ഓൾ റേസ് ടു n പ്ലസ് n ഡിവൈഡഡ് ബൈ n ആണ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അതായത് ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ -1 ഓൾ റേസ് ടു n ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞു, n/n എന്ന് പറഞ്ഞു ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. -1 ഓൾ റേസ് ടു n/n പ്ലസ് n/n n/n എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1 ഓൾ റേസ് ടു n/n പ്ലസ് രണ്ട് ലിമിറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n വിച്ച് ഈസ് 1. സോ 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടൈം ആണ്. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1 ഓൾ റേസ് ടു n/n നമ്മൾ പ്രീവിയസ്ലി കണ്ടു, അതെന്താണ്, 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള 2 പ്രോബ്ലംസും എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് എന്നും അതുപോലെ ലിമിറ്റ്സ് ഓഫ് പവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള 2 പ്രോബ്ലംസുമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.